ഈ കൃഷിയെന്ന് പറഞ്ഞാൽ വരുമാനത്തേക്കാൾ കൂടുതൽ സന്തോഷം തരുന്നതാണ്. ഈ കൃഷിയിലൂടെ ആണ് എൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത്. അത് ജൈവ കൃഷിയിലൂടെ ജൈവ ജീവിതത്തിലേക്ക് എന്ന ഒരു മുദ്രാവാക്യമാണ് കർഷകരുടെ ഇടയിൽ ഉണ്ടാകേണ്ടത്. ഹായ്, അപ്പൊ ഓണക്കാലമൊക്കെ വരികയാണല്ലേ. നമുക്കിന്നൊരു കർഷകനെ പരിചയപ്പെട്ടാലോ? അങ്ങനെ വെറും കർഷകനൊന്നും അല്ല കേട്ടോ, ജൈവ കർഷകനാണ് അദ്ദേഹമാണ് ശാമുവേൽ പണയിൽ. കൊല്ലം ജില്ലയിലെ ആയൂർ മലപ്പേരൂർ സ്വദേശിയാണ് ശാമുവേൽ പണയിൽ. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ പേര് സാമുവേൽ പണയിൽ. ഞാൻ കൊല്ലം ജില്ലയില് ഇട്ടിവ കൃഷിഭവന്റെ പരിധിയിൽപ്പെടുന്ന മലപ്പേരൂർ പ്രദേശത്തെ ഒരു കർഷകനാണ്, ജൈവ കർഷകനാണ്. ഞാൻ 45 വർഷം മുതൽ ഞാൻ പൂർണ്ണമായിട്ട് കൃഷിക്കാരനാണ്. അതിനു മുമ്പ് എൻ്റെ മാതാപിതാക്കൾ കർഷകരായിരുന്നു. എൻ്റെ അപ്പച്ചൻ ചെയ്തിരുന്ന കൃഷി കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ആക്കിക്കൊണ്ട് ഇപ്പോൾ ജൈവ രീതിയിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-12 വർഷമായി. അതിനുശേഷം ജൈവ കൃഷിയാണ് നടത്തുന്നത്. കേരള ജൈവ കർഷക സമിതിയുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആൾ ഇന്ത്യ ജൈവ കർഷകരുടെ സംഘടനയിലേക്ക് പോവുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദയപൂരിൽ വെച്ച് നടത്തിയ ഞങ്ങളുടെ ഓർഗാനിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ മൈസൂറിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ മറ്റനേക കർഷകരുടെ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും അവരിൽ നിന്ന് നല്ല അറിവ് നേടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുമൂലം എൻ്റെ കൃഷി വളരെയധികം മെച്ചപ്പെടുത്തുവാനും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഫാം ഫോക്ക് എന്ന ബ്രാൻഡിൽ ഞങ്ങൾ വിറ്റഴിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പലതരം കൃഷികൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് എന്താവശ്യമുണ്ടോ അതനുസരിച്ച് അത് കൃഷി ചെയ്യുകയും അതിൻ്റെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിപണിയിലെത്തിക്കുകയും ചെയ്യുകയാണ് എൻ്റെ പ്രധാനമായ രീതി. പ്രധാനമായിട്ട് എൻ്റെ കൃഷിയിൽ ഉൾപ്പെടുന്നത് കൂവയാണ്. കൂവ കൊണ്ടുവന്ന് അത് കിളച്ചെടുത്ത് അത് നല്ല രീതിയിൽ അത് വൃത്തിയാക്കി അത് പ്രോസസ്സ് ചെയ്ത് മേൽത്തരം കൂവപ്പൊടിയായിട്ട് ഞാനത് വിപണിയിൽ കൊടുക്കുന്നുണ്ട്, ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. അതുപോലെ തന്നെ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, റാഗി പൊടി, പിന്നെ പലതരം മില്ലറ്റുകൾ ഒക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ചോളം, മണിച്ചോളം, മാർബിൾ ചോളം, കളർ ചോളം, മഞ്ഞച്ചോളം, അങ്ങനെ പലതരം ചോളം ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിവിധതരം ചേമ്പുകൾ, ചേന, കാച്ചിൽ, അതുപോലെ കിഴങ്ങുകൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. ഇനി നമുക്ക് എൻ്റെ കൃഷിത്തോട്ടത്തിലോട്ട് പോകാം. നമ്മുടെ ഓരോ കൃഷിയും നിങ്ങൾക്ക് കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കാം. എൻ്റെ പിന്നിൽ കാണുന്ന ഇത് ഞാൻ മൈസൂറിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഒരു തരം മഞ്ഞളാണ്. അതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയത്തില്ല. ഞാനതിനെ മൈസൂർ മഞ്ഞൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ വിവിധതരം മഞ്ഞളുകൾ ഞാനിവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. വിവിധതരം ചേമ്പുകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പന്നിയുടെ ശല്യം കൊണ്ട് ഈ പുരയിടത്തിൽ വേലിയൊന്നും കെട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം കൂവ കടന്ന സ്ഥലമാണ്. ഇപ്പോൾ പലതരം കൃഷികൾ ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ മടുപ്പിക്കുകയാണ് ഈ പന്നികളുടെ, കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം കൊണ്ട് ഒന്നും ചെയ്യാനൊക്കാത്ത സ്ഥിതിയാണ്. പിന്നെ കുറച്ചൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മഞ്ഞൾ, ഇഞ്ചിയൊക്കെ ആയിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. നേരത്തെ ഇവിടെയൊക്കെ നമുക്ക് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കിട്ടുന്നത് മഞ്ഞക്കൂവയാണ്. ഞാനും അത് മഞ്ഞക്കൂവ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഇത് ഉണക്കി പൊടിച്ച് ഫാം ഫോക്ക് എന്ന ബ്രാൻഡിൽ ഞാനിത് വിറ്റ് വരുന്നുണ്ട്. ഇത് സീതപ്പഴമാണ്. ഇത് അബിയു ആണ്. അബിയു ഇത് ബുഷ് ഓറഞ്ച് ആണ്. ഇത് അവക്കാഡോയാണ്. ഇത് മഞ്ഞളാണ്. മഞ്ഞളാണെങ്കിലും എൻ്റെ പുരയിടത്തിലും എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ എന്ത് വിത്ത് കിട്ടുന്നോ അതെവിടെയെങ്കിലും
നടുക. ഒരു ശകലം പോലും സ്ഥലം വേസ്റ്റ് ഇടാതെ ഫുള്ളായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. സാധാരണ അവക്കാട ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് വളരെ വലിപ്പമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇത് കായ്ച്ചു തുടങ്ങി. ഇത് നല്ല ഫലമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ എനിക്ക് പേരറിയുന്നതും അറിയാത്തതുമായ അനേകം ഫലവൃക്ഷങ്ങളും മറ്റ് വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട്. ഇത് കാപ്പിയുണ്ട്. പലതരം സസ്യങ്ങൾ, മനുഷ്യന് പ്രയോജനകരമായിട്ടുള്ള എല്ലാ സസ്യങ്ങളും എൻ്റെ ഫാമിലുണ്ട്. ഇത് എൻ്റെ ജൈവഗ്രഹമാണ്. ഇതിനകത്ത് എനിക്ക് അവസാനമായിട്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് 3 പശു, 2 കുട്ടി, 24 ആട്, 450 കോഴി. ഒരു ദിവസം പ്രായമായ കോഴിയെ കൊണ്ടുവന്ന് വളർത്തി കൊടുക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണിത്. ഇപ്പോൾ ഞാൻ പുതിയ വീടൊക്കെ വെച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി. എങ്കിലും എൻ്റെ കൃഷി സാധനങ്ങളെ വളം എല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ചാണ്. ഞാൻ ഈ കീടനാശിനി ഉണ്ടാക്കുന്നത് എല്ലാം ജൈവ സാധനങ്ങളാണ് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇവിടെ പല കുട്ടികൾ വരികയും കൃഷിയെപ്പറ്റി മനസ്സിലാക്കാനും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്നവർ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എൻ്റെ അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയും അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. ഇത് എൻ്റെ കൊച്ചുമോനാണ്. ഇവനും എൻ്റെ കൂടെ കൃഷിക്ക് എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇളയവനുണ്ട്, സ്കൈ മോൻ. ഇവർ രണ്ടുപേരും എപ്പോഴും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ട്. അതിനോട് ഏറ്റവും താല്പര്യമുണ്ട് അവർക്ക്. ഇത് മണിച്ചോളമാണ്. മണിച്ചോളത്തിൻ്റെ വിളവ് എടുത്തു. ഇത് രണ്ടാമത് വീണ്ടും ഇതിനകത്തുനിന്ന് കായ് വരുന്നുണ്ട്, പൂ വരുന്നുണ്ട്. ഇത് എടുത്ത് അത് നമുക്ക് കാണാം. ഞാനിപ്പോൾ കൊണ്ടുവന്ന് വിളവെടുത്തിട്ട് ഇരിക്കുകയാണ്. വിളവെടുത്തിടമാണ്. കാവേരി ഇനത്തിൽപ്പെട്ട വാഴയാണ് ഇത്. ഏത് ഷുഗറുള്ളവർക്കും കഴിക്കാം. ഇത് സമൃദ്ധമായിട്ട് വിളയുന്ന ഒരു വാഴയാണ്. ഇത് ശിംശിപ എന്ന് പറയുന്ന വൃക്ഷമാണ്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് മണിച്ചോളമാണ്. ഇത് ഞാൻ ഉദയപൂരിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നത്. കേരള ജൈവകർഷക സമിതിയുടെ ഓൾ ഇന്ത്യ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ധാന്യമാണ്. ഇത് ഞാൻ അനേക വർഷമായി ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മില്ലറ്റ് വർഗത്തിൽ ഏറ്റവും മികച്ചതാണ്. അതുപോലെ തന്നെ തൊമര ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 28 കിലോ തൊമര കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്തിട്ട് നമ്മുടെ KVKയിൽ കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് നല്ല രീതിക്ക് അതിൻ്റെ വിളവെടുക്കുകയും അത് അവരിൽ നിന്ന് അഭിനന്ദനങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആണ് അത് ഞാൻ ചെയ്യുന്നത്. കൃഷികളെല്ലാം മാറി മാറി ചെയ്യും. ഒരു കൃഷി തന്നെയല്ല. കൂവ മാത്രമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. മറ്റുള്ള കൃഷികളെല്ലാം ഞാൻ ഇതുപോലെ തന്നെ മാറ്റി ചെയ്യുന്നുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഇപ്പോൾ ഞാനൊരു 3-4 മൂട് കൊണ്ട് നട്ടിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് അത് പഠിച്ച് അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ മറ്റുള്ള കർഷകരിൽ നിന്ന് പഠിക്കും. അതുപോലെ ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇനി അത് കുറേ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഇത് എൻ്റെ ചേന, ചേമ്പ്, അതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇടവിളയായിട്ട് കൂവയുണ്ട് ഇതിനിടയിൽ. അതുപോലെ ചേമ്പുണ്ട്, അല്ലാത്ത ചേമ്പുകളുണ്ട്, വിവിധതരം കണ്ണൻ ചേമ്പുണ്ട്, നീലച്ചേമ്പുണ്ട്, അങ്ങനെ മരച്ചീനിയുണ്ട്. ഇതെല്ലാം ഈ ഒരു കമ്പൗണ്ടിൽ തന്നെ കൃത്യമായിട്ട്. ഇതിനിടയ്ക്ക് അടയ്ക്കാമ്പരമുണ്ട്. ഈ ചേന സാധാരണ നിങ്ങളൊക്കെ ചേന കൃഷി എന്ന് പറഞ്ഞാൽ വലിയ പൂള് കെട്ടിയാണ്. ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചേനയാണ് ചെയ്യുന്നത്. ചെറിയ ചേന ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ 3 കിലോ വലിപ്പമുള്ള ചേനകളാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്, 1/2 കിലോ മുതൽ. അപ്പോൾ ഇതിൻ്റെ വിത്ത് എടുത്താണ് ഞാനത് നടുന്നത്.
അപ്പോൾ ചെറിയ പീസായിട്ട് നടുന്ന ഇതിൻ്റെ ഈ വലിപ്പം കണ്ടോ ഈ ചേനയുടെ. ഇത് കമ്പോസ്റ്റാണ്. ഇവിടുന്ന് കിട്ടുന്നത്തെ അടയ്ക്കാമരത്തിൻ്റെ തണുങ്ങും വാളയും അതുപോലുള്ള ഈ കൂവയുടെ വേസ്റ്റുകൾ ഇതെല്ലാം വാരിയിട്ട് ഇതിന് ചാണകം, പിന്നെ കോഴിവളം, ആട്ടും കാഷ്ടം, ഇതെന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം കൂടെ ഇവിടെ 5 മീറ്റർ നീളം 5 മീറ്റർ വീതിയുള്ള ഒരു 4-5 പിന്നെ ടാങ്കുകളായിട്ട് ഇവിടെ ഒരു കമ്പോസ്റ്റ് പെരയുണ്ട്. അത് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ കമ്പോസ്റ്റ് യൂണിറ്റ്. ഇവിടെ നിന്നാണ് എൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള എല്ലാ വളവും ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് മണ്ണര കമ്പോസ്റ്റിൻ്റെ ഒരു യൂണിറ്റാണ്. ഇതിനകത്തുനിന്ന് എന്തെല്ലാം അഴുകുന്ന സാധനമുണ്ടോ അത് മൊത്തം ഇതിനകത്ത് ഇട്ടിട്ട് അത് ഒരു നല്ലപോലെ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 15-20 ദിവസം ആകുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഇളക്കിയിട്ട് ഒരു 90 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം മറിച്ച് ദാണ്ട് ഈ ഭാഗത്തോട്ട് ഇടും. ഇട്ടതിന് ശേഷം വീണ്ടും ഇത് നിറച്ചിടുകയാണ് പതിവ്. ഇപ്പോൾ എല്ലാം കോരി കൃഷിക്കെല്ലാം ഉപയോഗിച്ചിരിക്കുകയാണ്. അടുത്ത കൃഷിക്ക് വേണ്ടിയാണ് ഈ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആണ് എൻ്റെ കൃഷിയുടെ വിജയവും എൻ്റെ കൃഷിയുടെ രഹസ്യവും അതാണ്. ഇതിനകത്തുനിന്ന് കിട്ടുന്നതായ വെർമി വാഷ് എന്ന് പറയുന്ന ഒരു ലൈനിയുണ്ട്. അത് ഇത് തളിക്കും. അതുകൂടാതെ 5 കഷായമുണ്ട്. ജൈവ കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാനിവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ജൈവ കൃഷി രീതിയാണ് ഞാൻ പിന്തുടരുന്നത്. ഇത് എൻ്റെ കൂവത്തോട്ടമാണ്. കൃഷി ഒരു രീതിയിലും ചെയ്യാൻ പറ്റാത്ത രീതി കൂട്ടത്തോടാകുന്ന പന്നികൾ വന്ന് ഇവിടെ കൃഷി നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ സോളാറിൻ്റെ വേലിയിട്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം മാത്രമേ ഇവിടെ സോളാർ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് പന്നിയുടെ ശല്യമില്ല. മറ്റ് അതിൻ്റെ കീഴിൽ കൂടെയൊക്കെ എലിയുടെ ശല്യമാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. എൻ്റെ കൃഷി രീതികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ ഫാം ടൂറിസത്തിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു ഹോം സ്റ്റേയും അതിനോടനുബന്ധിച്ച് കർഷകരുമായിട്ടുള്ള കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും അവരെ കാണുന്നതിനും അവർക്ക് എന്നെ കാണുന്നതിനും ഒക്കെ ഉള്ള അവസരമായിട്ട് വിനിയോഗിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പേര് കിൻഫോക്ക് എന്നാണ്. അത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും എൻ്റെ ബ്രാൻഡിൻ്റെയും ഫാം ഫോക്ക് എന്നാണ്. ഞാൻ രാവിലെയൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് എൻ്റെ കൃഷിത്തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് നടക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ആരോഗ്യത്തിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു രീതിയാണ് കൃഷി. ഈ കൃഷി എന്ന് പറഞ്ഞാൽ വരുമാനത്തേക്കാൾ കൂടുതൽ സന്തോഷം തരുന്നത് ആണ്. ഈ കൃഷിയിലൂടെ ആണ് എൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത്. അത് ജൈവ കൃഷിയിലൂടെ ജൈവ ജീവിതത്തിലേക്ക് എന്ന ഒരു മുദ്രാവാക്യമാണ് കർഷകരുടെ ഇടയിൽ ഉണ്ടാകേണ്ടത്. ജൈവ കർഷകനായ സാമുവേൽ പണയിൽ നമുക്ക് എല്ലാവർക്കും എന്നും പ്രചോദനമാകട്ടെ. ഇതിൽ പരിചയപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായി വാങ്ങാനുള്ള നമ്പർ ഈ വീഡിയോയുടെ ചുവടെ ചേർക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ വേറെ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കാണാം.